ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല കട്ട തൈര് കൊണ്ട് മോരുകറി ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മോരുകറി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ക്രീമി ആയിട്ടുള്ള ഈ മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മോരുകറി ഉണ്ടാക്കുന്നതിന് ഞാൻ നല്ല കട്ട തൈര് 2 കപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. മോരുകറിയുടെ അരപ്പിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, ഒരു 5 ഉള്ളി, 2 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തൈരിൽ 1 കപ്പ് ഈ അരപ്പിൻ്റെ കൂടെ ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്ത ഈ അരപ്പും മോരും കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള ഈ തൈരും കൂടെ നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഈ അടിച്ചെടുത്ത തൈരും കൂടെ നമുക്ക് ഈ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ, നല്ല കുറിയ മോരുകറിയാണ് നമ്മൾ വെക്കുന്നത്. ഇനി ഈ മോരൊന്ന് ചൂടാക്കിയെടുക്കാം. മോര് ചൂടായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താളിപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും ചൂടായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇപ്പം നല്ല ക്രീമി മോരുകറി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽ മുളകും കൂടെ കീറിയതിട്ട് കൊടുക്കാം. ഈ താളിപ്പ് നമുക്ക് മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട തൈര് കൊണ്ട് ക്രീമി ആയിട്ടുള്ള മോരുകറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.